ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പ് നേരിടുത്ത എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യ കേരള പ്രദർശനം അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് വരെ മലയാള സിനിമാ ചരിത്രത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഏറ്റവും വലിയ ഹൈപ്പിൽ ഏറ്റവും വലിയ പ്രീ സെയിൽ കളക്ഷനോടെ റെക്കോർഡ് കളക്ഷനോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യ കേരള പ്രദർശനം ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെയാണ് കേരളത്തിലെ ഭൂരിഭാഗം തിയേറ്ററുകളിലും അങ്ങനെ ആരംഭിച്ചിരിക്കുന്നത്. വിദേശ രാജ്യത്തടക്കം വലിയ ആരവം നേരിടുത്ത സിനിമ ഇതിനോടകം തന്നെ കേരളത്തിൽ വലിയ ആവേശത്തോടെ തന്നെയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ കേരളത്തിൽ എല്ലാ തിയേറ്ററുകളിലും ഉത്സവാന്തരീക്ഷമാണ് ലാലേട്ടൻ ആരാധകർ സൃഷ്ടിച്ചത്. അങ്ങനെ ഇന്നിപ്പോഴത്തെ ലാലേട്ടൻ നായകനെ എത്തിയ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മലയാളത്തിലെ മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമ ബിഗ് ബഡ്ജറ്റ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഇന്ന് സിനിമയുടെ ആദ്യ ഷോ നമ്മുടെ ആരാധകരോടൊപ്പം തന്നെ കാണാനായിട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകരും എറണാകുളത്തെ കവിത തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ ലൂസിഫറിനും ലാലേട്ടനും പൃഥ്വിരാജും അടങ്ങിയ സംഘം സിനിമ കാണാനായിട്ട് എത്തിയിരുന്നു. എമ്പുരാന് വേണ്ടി ആശീർവാദ് സിനിമാസ് കവിത തിയേറ്ററിന്റെ ബാൽക്കണി മുഴുവൻ ലോക്ക് ചെയ്തിരിക്കുന്നു എന്ന് നേരത്തെ തന്നെ റൂമേഴ്സ് ഉണ്ടായിരുന്നതാണ്. അത് ശരിവയ്ക്കുന്ന രീതിയിൽ ഇപ്പോഴത്തെ ലാലേട്ടനും പൃഥ്വിരാജും അതോടൊപ്പം തന്നെ ലാലേട്ടന്റെ കുടുംബം, പൃഥ്വിരാജിന്റെ കുടുംബം, സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വലിയ സംഘം തന്നെയാണ് ഇതിനോടകം തന്നെ സിനിമ കാണാനായിട്ട് കവിത തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. ആ തിയേറ്ററിലാണെങ്കിൽ തന്നെ താഴെ ആരാധകരുടെ വലിയ അർപ്പവിളികളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രണവ് മോഹൻലാലും സിനിമ കാണാനായിട്ട് എത്തിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെ എമ്പുരാൻ എന്ന സിനിമയുടെ ലോകമെമ്പാടുമുള്ള ആദ്യ പ്രദർശനം ആരംഭിച്ച് കഴിയുമ്പോൾ ഇനി നാം ഉറ്റുനോക്കുന്നത് സിനിമയുടെ ആദ്യ ഷോയ്ക്ക് ശേഷമുള്ള ആദ്യ പ്രതികരണ റിപ്പോർട്ടുകൾ കേട്ടാണ്. 3 മണിക്കൂർ ഡ്യൂറേഷനുള്ള സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ ഇന്ന് രാവിലെ 9:30 ആയിരിക്കും കൃത്യമായിട്ട് പുറത്തു വരിക. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ കേട്ട്. പോസിറ്റീവിൽ കുറഞ്ഞതൊന്നും തന്നെ നിലവിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല.